ഓ C4 അവന്റെ അമ്മൂമ്മയുടെ അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. സത്യം എന്നെ കൊല്ലാനുള്ള പടക്കം ഈ C4 എന്റെ നെഞ്ചത്ത് വെച്ചിരിക്കുന്നത്. അതെ അതെ എടാ നമ്മുടെ ബേസ് രണ്ടുപേരാ റീസ്പോണില് രണ്ടുപേര്. ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പൊ ഞാൻ അവന്മാരുടെ ബേസിലെത്തി. ഞാൻ ഇവനെന്താ ഡിസപ്പിയർ ചെയ്തു? ഓ ആരാ ബാക്കി? സൈനോക്സ് സ്നൈപ്പർ. എന്റെ ദൈവമേ പാടി അവനെ പുറകിൽ അടി വരും. ഞാൻ കണ്ടില്ലടാ അവനെ. ഡിഫ്യൂസ് ചെയ്യാൻ നോക്കോ. ആരാ? ഡാനിബ്രെ ചെല്ല്. സ്നൈപ്പർ ഉണ്ട്. ആ അത്രേ ഉള്ളൂ. ഈസി അത്രേ ഉള്ളൂ. അവനും എന്റെ C4 ആയിട്ട് തീർന്നു. അവൻ ചാകുമ്പോ C4 പൊട്ടും. എടാ അയ്യോ ഞാൻ എടുത്തില്ലാട്ടാ. ആരെല്ലാം ഉണ്ടോ? ഞാൻ എടുത്തോളാം. നിങ്ങൾ ശരി. ഓ C4 അവന്റെ അമ്മൂമ്മയുടെ ലെഫ്റ്റ്. ചാകുന്നില്ല. ആ പ്ലാൻ ചെയ്തോ. ഏലോട്ട് വരിക. ലോങ് ഇല്ല. എന്താ അതിന്റെ മണ്ടയിലാണോ? എവിടെയാടാ? ഷോർട്ട് അവൻ സ്കോപ്പ് ചെയ്യാൻ നിക്കുക. റൈറ്റ്. ആ പോയോ ഓടിക്കണം. റാം എടുത്തു നീ വേണമെങ്കിൽ. നിന്റെ ബാക്കിൽ നിന്ന് വരുന്നത് ജോൺസണോ? ആ അവിടുന്ന് തന്നെ അവിടെ. ഡിഫ്യൂസ് ചാടി ഡിഫ്യൂസ് ചെയ്യാം. മോള് ലെറ്റ് മീ ചേഞ്ച്. അടുപ്പം തന്നെ. അവൻ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല അവിടെ. ഒറ്റയ്ക്കാണോ കളിക്കുന്നത്? അല്ല ഏസ് അടിച്ചില്ലേ. ആദ്യത്തെ റൗണ്ട് അപ്പൊ ആരും കില്ലെടുത്തില്ലേ? ഓ ഇല്ല, സ്നൈപ്പർ എടുത്തായിരുന്നല്ലേ പറഞ്ഞ. സ്നൈപ്പർ ഇവനും അവനുണ്ടോ? നേരത്തെ അവിടെ ആയിരുന്നു. ഓ ഷിറ്റ്. എടാ അവിടെ ഉണ്ട്. ഓ ഞാനാ എന്റെ കയ്യില് ഷോട്ട് ഗൺ. അവരുടെ ബേസിലാ. ചേഞ്ച് വേണു. സ്നൈപ്പറും സ്നൈപ്പെക്സും ഉള്ളു. കഴിഞ്ഞു. ഓ വടക്കങ്ങോട്ട്. ഓ അത് ഞാനെടുത്ത്.
സോറി. വഴി പോകണ്ട ലക്ഷ്മി ചെയ്തന്നെ. എന്നാ ഒരു വാശിയില്ലങ്ങ് പോണോ? വേണ്ട അല്ലേ? നമുക്ക് സ്മോക്ക് ഇട്ട് വേണമെങ്കിൽ എനിമി ചേഞ്ചിനെ ചെന്ന് അടിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ ഏലോട്ട് പോവാം. നോക്കാം. അമ്മേ വേണ്ടാ, ആ വഴിക്കൊന്നും പോയല്ലേ, ചത്തില്ലത് കണ്ടു. എടാ ബിയില് 2-3 സ്നൈപ്പേഴ്സ്. ബിയില് 2-3 സ്നൈപ്പേഴ്സ്. ഓ ലെറ്റ് മീ ചേഞ്ച് എടുത്ത് വെച്ചു. സൈനൊക്കെ അവിടെ ലെഫ്റ്റിലുണ്ട്. ജോൺസണോ ഇറങ്ങി വെടിവെച്ച് അവനൊഴിച്ച്. ആവശ്യമുള്ള ഞാൻ എടുക്കത്തില്ലേ? ലെറ്റ് മീ ചേഞ്ചിന് എടുത്തപ്പോ ഞാനടുത്ത് ആദ്യം ഇപ്പൊ കിട്ടി. ഞാൻ ആളുണ്ടോ കാല് കണ്ടായിരുന്നു ഞാൻ. ലെറ്റ് മീ ചേഞ്ച് ഉണ്ട് അവിടെ. ലെറ്റ് മീ ചേഞ്ച് ഉണ്ട് അവിടെ. അവെഞ്ചറെ എന്റെ അവിടെ ഉണ്ട്. എന്റെ അവിടെ ഉണ്ട് ലെറ്റ് മീ ചേഞ്ച്. ലോങ് ഷോട്ട് വല്ലതും ഉണ്ടായിരുന്നു തീർക്കാൻ. ഷോട്ട് ഗൺ ആയിരുന്നു. ഇതിലാളുണ്ട് ഡാനിമലെ. ആളുണ്ട് മുകളിലുണ്ടോ? മുകളിലുണ്ട്. അയ്യോ എന്റെ ശിവൻ. അവന്മാര് വെക്കട്ടെ കേറണം. അവന്മാര് ബോംബ് എത്തിക്കാം അവന്മാരെ കൊണ്ട്. ഇവർ ഡെത്ത് മാച്ച് കളിക്കുക. ജസ്റ്റ് മിസ്. സ്നൈപ്പറിനാണെങ്കിൽ വയ്ക്കാൻ അറിയത്തില്ല. ലെറ്റ് ചേഞ്ച് ബോംബ് നോക്കാറ് പോലും ഇല്ല. കൊല്ലെന്നൊരു ഉദ്ദേശത്തോടെ ഇറങ്ങിയാണ്. അതിത് മനസ്സിലായില്ലാന്ന് തോന്നുന്നു സ്റ്റാൻഡ് ചെയ്യണമെന്ന്. മുകളിൽ സ്റ്റക്കായിട്ട് ലെറ്റ് ചേഞ്ച് മുകളിൽ സ്റ്റക്കായിട്ട് നാട്ടിലും ഉണ്ടാവും. ഞാൻ മറ്റേ സാധനം ഇട്ട് വെച്ചാൽ സ്റ്റക്കാക്കി സ്നൈപ്പെക്സ്. ഷോ ഞാൻ ഏന്ന് എടുത്ത സൈനോക്സിനും എടുത്ത്. സ്നൈപ്പെക്സ് ഉണ്ടോ? അവഞ്ചർ അവിടെ തന്നെ നിന്നു. അങ്ങനെ നോക്കിക്കോ, അതാ കറക്റ്റ്. അവഞ്ചർ നോക്ക്. ഓ നീ എന്തിനാടാ മാറി നോക്കിയത്? അവൻ നോക്കിയില്ല അങ്ങോട്ട്, അപ്പ തിരിഞ്ഞ്. നിന്റെ അടുത്തുണ്ടേ ജോൺസൺ? മാറിക്കോ. റൈറ്റ്. ചെയ്തോ. ലെഫ്റ്റ് ചേഞ്ചിന് ഇവിടെ വട്ടം പിടിപ്പിക്കുന്നിട്ട്. ലെഫ്റ്റ് കയ്യിന്ന് പോയോ? പിടിക്കാം കബാഡ്. ഒരു സൈഡില് ലെറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ വലിയ പണിയാ. അത് അവന്റെ SND അവന്റെ മോഡാ. ഈ സാധനം ഇടുന്നത് ഞാൻ എപ്പോഴേ പറഞ്ഞ. മറ്റേതിലൊക്കെ ഇത് പിടിക്കാന്നുള്ളൂ. ഈ SND പ്രശ്നം. മാക്സ് പ്രൈം C4 ഇങ്ങനെയൊക്കെ തെണ്ടിത്തരം കാണിക്കരുത്. ഷോ അവനെ ബുള്ളെടുത്തതുവാ. ആ ലാസ്റ്റ് ഒരു ബുള്ളറ്റില് C4 കിട്ടിയ പട്ടി. പിടി ഈ റൗണ്ട് പിടി. ഞാൻ ജോൺസണെ ഗൈഡ് ചെയ്യുന്ന കേട്ടോ. പയ്യെ സൗണ്ട് ഇല്ലാതെ പോ. സ്നൈപ്പർ. ഓ അടിക്കണ്ടായിരുന്നു. ഞാൻ മേളില് വെറുതെ അടിച്ച് ആ റീച്ച് വരെ. മേളിലുണ്ട് മേളിലും താഴെയും സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. കേറി മേളിൽ. പാളി ഇല്ല. കുന്തം കിട്ടി. എവിടെ ലെഫ്റ്റ് സ്റ്റെപ്പിന്റെ മുകളിലുണ്ട്. ആ ബോംബ് ഇവിടെ തന്നെ. അപ്പൊ ഇവിടെ തന്നെ വരും.
എത്തി ഒരു തന്നെ അവിടെ എത്തി. വരുന്നുണ്ട്. കൊന്നു അത്രേ ഉള്ളൂ. പൊളിച്ചു എനിക്കാനുള്ള സമയം കിട്ടിയില്ല, എണീക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. കൊടുത്തില്ല. അത് ക്ലിക്കായി വന്നപ്പോഴേക്കും പ്രോസസ് ചെയ്ത് വന്നപ്പോഴേക്കും പോയി. അതെ കൊള്ളാം. അതൊക്കെ ജയിച്ചാ മതി. അതെ, എന്ത് വില കൊടുത്ത് ജയിച്ചാൽ പടക്കാടുണ്ട്. നമ്മുടെ ബേസിൽ ഇപ്പൊ ചവിട്ടെടുത്തില്ല. ബേസ് നമ്മുടെ ബേസിൽ ഞാൻ അപ്പുറത്ത് അവരുടെ ബേസിലെത്തി. സ്നൈപ്പറും മാസ്കോ സ്നൈപ്പിക്സ് അവര് വെക്കട്ടെ. സമയം കളഞ്ഞാൽ കയറി തരണ്ട, അങ്ങൊന്നും പോണ്ട. തീർന്നു, ഒരുത്തരും കൂടെ തീർന്ന്, രണ്ടുപേരുടെ. എടാ ആരും ഇല്ല അടുത്ത്, വേണം ഡിഫ്യൂസ് ചെയ്തു. ഒറ്റയ്ക്ക പടക്കത്തിന് സപ്പോർട്ട് കൊടു. ആള് താനിവര നിന്റെ ലെഫ്റ്റില് എടുത്തോ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കോർഡിനേഷൻ ഇത്രയേ ഉള്ളൂ. ഐ ലൈക്ക് ദ കോൺഫിഡൻസ്. ഉയ്യോ, എന്നിട്ട് പിടിക്കാനാണ് നമുക്ക് ഇഷ്ടം. ഇതിന് നമ്മുടെ ബേസിൽ കയറി വരുന്ന ഒരു സ്വഭാവമുണ്ട്. ആവേശം ചില കൂടുതൽ. അവൻ ഏതെങ്കിലും സൈഡിൽ ബേസ് വരാൻ നോക്കും. ഏ വഴി ആരോ വരുന്നുണ്ട്. അവൻ അറ്റത്ത് രണ്ടുപേരുണ്ട്, സ്നൈപ്പെക്സ് സൈനോക്സ്. സ്നൈപ്പെക്സ് എന്റെ അവിടെ എടുത്താ. മതി നമ്മൾ അവരെ പറ്റിക്കാൻ പടക്കം എടുക്കും, കില്ലെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഡൈവേർട്ട് ചെയ്യാം. അടുത്ത കളി നീ ക്വാർട്ടർ എടുക്കുവാണെങ്കിൽ ബാക്കി ഒരു കളി ഞാൻ എടുത്തോളാം. ഇല്ല, കളി കഴിഞ്ഞു. ശരിയാ, ഒരു ക്വാർട്ടറും കൂടെ എടുത്താൽ മതി. അവിടെ ആളുണ്ട്. ഓ ഷിറ്റ്, മണി എവിടെന്നാ? എടാ, ഏത് ഗ്യാപ്പിൽ കൂടി അവൻ എന്നെ സ്നൈപ്പ് ചെയ്ത്. ഓ പൊളിച്ചു. തല കണ്ട ഇല്ല. സ്നൈപ്പെക്സ് ഇത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇറങ്ങി വെയിറ്റ്, പടക്കം വരുന്നു. നീ അവിടെ ഇവിടെ അപ്പുറം കൂടി പോത്തെ, നടുക്കൂടി പോത്തെ. വീലുണ്ട് നമ്മുടെ ബേസിൽ. ആക്ച്വലി ഇനിയാണ് നീ ശരിക്കും ഒരു കോൺട്രാക്റ്റിൽ എടുക്കേണ്ടത്. പറഞ്ഞ് പടക്കം പോയി. ഇനി പാടാടാ. എവിടെ അടിക്കണമല്ലോ. ബീല് വെക്കാം, പക്ഷെ അടിക്കണോ അവന്മാരെങ്ങനെ? അടിക്കണോ? എടാ ബോംബ് എല്ലായിടത്തും ബോംബ്. മേളിലൊരാൾ കണ്ണു വെക്കുന്നുണ്ടോ? ആളിൽ എല്ലാവരും താഴെ ആയതുകൊണ്ട് ക്യാമ്പ ഒരുത്തനെടുത്ത് അടിച്ച്. ഓ നൈസ്. എന്ത് വില കൊടുത്തു ജയിച്ചാ? രണ്ടും ബിയില് ക്യാമ്പ് ചെയ്യാം. ഒരെണ്ണം കൂടി ഉണ്ട്.
ഉത്തരേ ഉള്ളൂ. സെറ്റ് പ്ലാൻ ചെയ്തോ, പ്ലാൻ ചെയ്തോ. ഏല് പ്ലാൻ ചെയ്താൽ മതിയാ. അല്ല ബി എടുത്തു. കളി പൊളിച്ച്, കഴിഞ്ഞു. പൊളിച്ച്. ഓ നിക്ക് വയ്യ. എത്ര 20+? 18 ഉണ്ടെന്ന് തോന്നുന്നു. നീയും C4 ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയല്ലേ? അതെ.